പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 187 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. പുതിയ നിയമ സഭയിൽ ബലിയില്ല, കുർബാനയില്ല. കഴിഞ്ഞ 186 എപ്പിസോഡിൽ ഒരു സ്നേഹിതൻ കമൻറ്റിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അതിനുള്ള ഉത്തരമായിട്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ ബലികൾ അല്ലെങ്കിൽ യാഗങ്ങൾക്ക് നീക്കം വന്നു എന്ന് പെന്തക്കോസ്ത് വിശ്വാസികൾ പഠിപ്പിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയും പൗരോഹിത്യ ക്രമവും ഇനി ഇല്ല എന്ന് ഇവർ പഠിപ്പിക്കുക. ഇതിന് പ്രധാനമായ വചനം എബ്രായലേഖനം 7:11 ആണ് അവർ ഉദ്ധരിക്കുന്നത്. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. മാറ്റം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ശരിയല്ല. ഈ വാചകം ഇംഗ്ലീഷ് വെർഷനിൽ NIV-യിലൊക്കെയും നാം പഠിക്കുമ്പോൾ ചേഞ്ച് ഓഫ് പ്രീസ്റ്റ്ഹുഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചേഞ്ച് എന്നതിന് വ്യത്യാസം വന്നു എന്നതാണ് ശരിയായിരിക്കുന്ന തർജ്ജമ എന്ന് മനസ്സിലാക്കണം. അല്ലാതെ അതില്ലാതായി നീക്കം ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു വിവാഹം കഴിഞ്ഞ് മണവാട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റിസപ്ഷനിലേക്ക് വരുന്നതാണ് എന്ന് അനൗൺസ് ചെയ്താൽ ചേഞ്ച് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ വസ്ത്രം ഇല്ലാതെ വരിക എന്ന അർത്ഥത്തിലല്ല. ഉടുത്തിരിക്കുന്ന വസ്ത്രം മാറ്റി മണവാട്ടിയുടെ യഥാർത്ഥ വസ്ത്രം ധരിച്ചു വരുന്നു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് ഈ മാറ്റം വന്നു എന്ന് എഴുതിയിരിക്കുന്ന വേദഭാഗത്തെയും നാം പഠിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും. അപ്പോൾ ചേഞ്ച് വന്നു എന്നത് വ്യക്തമായ ഒരു കാര്യമാണ്. ലേവ്യ ക്രമം മൽക്കീസേദെക്കിൻ്റെ ക്രമത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നതാണ് ചേഞ്ച്. രക്തബലികൾ അവസാനിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ യാഗത്തോടുകൂടെ ന്യായപ്രമാണ ബലികളെല്ലാം പൂർണ്ണമാക്കപ്പെട്ടു. ന്യായപ്രമാണം ക്രിസ്തുവിൽ അവസാനിച്ചു എന്ന് വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രക്തബലികളെല്ലാം അവസാനിക്കുകയും രക്തരഹിതമായ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള സമാധാന സ്തോത്രബലി ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർ വഴി സഭയ്ക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തു എന്നുള്ളതാണ് ഈ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:31 ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്നെഴുതിയിരിക്കുന്നു. ഇതേ വാക്യം എബ്രായ ലേഖനം 8:8 പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നതായിട്ട് ശ്രദ്ധിക്കുക. പുതിയ ഉടമ്പടി കർത്താവ് ശിഷ്യന്മാർ വഴി സഭ നടപ്പിലാക്കി. ഈ ഉടമ്പടി പാപപരിഹാരവും നിത്യജീവനും ഉറപ്പാക്കുന്ന ഒന്നാണ്. ഈ ഉടമ്പടി സ്വീകരിക്കാതെയും അതിൽ വിശ്വസിക്കാതെയും ക്രിസ്തുവിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു സമൂഹമുണ്ടെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർപ്പിച്ചുവല്ലോ. പെന്തക്കോസ്തും മറ്റ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുമാണ് ഇന്ന് അതിൻ്റെ പിൻതലമുറക്കാർ എന്ന് പറയുന്നത്. പഴയ ഉടമ്പടി രക്തത്താൽ ഉറപ്പ് വരുത്തിയതുപോലെ പുതിയ ഉടമ്പടിയും രക്തത്താൽ ഉറപ്പാക്കിയിരിക്കുന്നു എന്നതും വളരെ സ്പഷ്ടമാണ്. മത്തായിയുടെ സുവിശേഷം 26 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് എഴുതിയിരിക്കുന്നു. ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് മൈ കവനന്റ്. പഴയ നിയമത്തിൽ പാപമോചന അധികാരം ലേവ്യ പുരോഹിതനാണ് നൽകിയിരുന്നത്. പുതിയ ഉടമ്പടിയിലും ഈ അധികാരം കർത്താവ് ശിഷ്യന്മാർ വഴി സഭയ്ക്ക് നൽകിയിരിക്കുന്നു. അഭിഷേകം പ്രാപിച്ച പുരോഹിതന്മാരിൽ ഈ അധികാരം നിലനിൽക്കുകയും ചെയ്തു. യോഹന്നാൻ 20:19-21 വരെ വചനങ്ങൾ പഠിക്കുക. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു.
അങ്ങനെ അയച്ചപ്പോൾ പാപമോചന അധികാരവും അവർക്ക് നൽകി. ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് അവരെ അഭിഷേകം ചെയ്തുകൊണ്ട് കൽപ്പിച്ചു. ഇതുവഴി പൗരോഹിത്യ അധികാരമാണ് ശിഷ്യന്മാർ വഴി സഭയ്ക്ക് നൽകപ്പെട്ടത്. എന്നാൽ പൗരോഹിത്യ ക്രമം ഇല്ല എന്ന് ചിലർ പഠിപ്പിക്കുന്നു. ഈ വിശ്വാസം വചനവിരുദ്ധവും കർത്തൃ നിന്ദയുമാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. കർത്താവ് നമുക്ക് തന്നത് തൻ്റെ നിത്യ പൗരോഹിത്യത്തിൻ്റെ പങ്കാളിത്തമാണ്. അത് നിത്യമാണ്. അത് മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്ന് അറിയപ്പെടുന്നതാണ്. ഈ സത്യം എബ്രായ ലേഖനം 7:17 പുറപ്പാട് 14:18 സങ്കീർത്തനം 110:4 രേഖപ്പെടുത്തിയിരിക്കുന്നു. മൽക്കീസേദെക്കിൻ്റെ ക്രമം അപ്പവീഞ്ഞുകൊണ്ട് യാഗമായ ബലിയായിട്ടാണ് ഇത് അനുഷ്ഠിക്കുന്നത്. ഇത് BC 1917 സാലേം രാജാവ് മൽക്കീസേദെക്ക് ഭൂമിയിൽ നിവർത്തിച്ചു. ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം നൽകിയത് BC 1486 ആണ്. അതായത് മൽക്കീസേദെക്ക് അനുഷ്ഠിച്ച യാഗം 431 വർഷത്തിന് ശേഷം മോശ വഴി പഴയ നിയമസഭയ്ക്ക് നൽകി. ലേവ്യ 7:13 സ്തോത്രമായുള്ള സമാധാനയാഗത്തോടുകൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള അപ്പം ഭോജനയാഗമായി അർപ്പിക്കണം എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതായത് മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ സമാധാന സ്തോത്രയാഗം ഭോജനയാഗമായി അർപ്പിക്കണം. ഇതേ ഭോജനയാഗം താൻ വരുന്നതുവരെ നിവർത്തിക്കുവാനാണ് കർത്താവ് ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തത്. ഇതാണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുതിയ നിയമ ബലി. ഇത് ജീവനുള്ള ബലിയാണ്, ജീവൻ എടുക്കുന്ന ബലിയല്ല എന്നുള്ളത് ന്യായപ്രമാണ ബലിയിൽ നിന്ന് ഇതിൻ്റെ ചേഞ്ചിനെ, മാറ്റത്തെ കാണിക്കുന്നു. ഈ ബലി പുരോഹിതനായിട്ടാണ് അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ പുരോഹിതനായി അനുഷ്ഠിച്ചു എന്ന് വിശുദ്ധനായ പൗലോസ് റോമാലേഖനം 11:15 സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പുരോഹിത വാഴ്ച നിലനിൽക്കുന്നു എന്നതും വചനസത്യമാണ്. അതൊന്നും ഇന്ന് ഇല്ല എന്ന് പറയുന്നത് വചനവിരുദ്ധമായ ചില നിലപാടുകൾ മാത്രമാണ്. വെളിപാട് പുസ്തകം 1:6 5:10 പൗരോഹിത്യ വാഴ്ച നിലനിൽക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ അവസാനിച്ച പൗരോഹിത്യം ലേവ്യക്രമമാണ്, രക്തബലിയാണ്. എന്നാൽ മൽക്കീസേദെക്കിന്റെ ക്രമം ഭോജനയാഗമാണ്, അത് രക്തരഹിത ബലിയാണ്. എന്നാൽ അത് യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ ഭോജനയാഗവുമാണ് എന്നതും നാം പഠിക്കണം. ഈ ക്രമം നിത്യമായി നിലനിൽക്കുന്ന ഒന്നാണ്. എന്തെന്നാൽ മൽക്കീസേദെക്കിന്റെ ക്രമം നീക്കം വരാത്ത, മാറ്റമില്ലാത്ത നിത്യമായ നിയമമാകുന്നു. ഇത്രയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തന്നിക്കോട്ടച്ചൻ.